ആയിരുന്നല്ലോ. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ അത് സർക്കാരിന് കൊടുക്കുന്നൊരു പിന്തുണയായിട്ടാണ് അരിയാഹാരം കഴിക്കുന്നവർക്ക് തോന്നുക. ഇനി നമുക്ക് തൽക്കാലം നിർത്തരുത്. താങ്ക് യു. വെള്ളാപ്പള്ളി നടേശൻ ആണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. NSSന്റെ ശബരിമല നിലപാട് സ്വാഗതാർഹമാണ്. NSSന്റെ നിലപാട് സർക്കാരിന് ഗുണകരമാകും എന്നാണ്. നേരത്തെ യുവതീ പ്രവേശന വിഷയത്തിൽ NSS സർക്കാരിനെ എതിർത്തിരുന്നു. ഇപ്പോൾ സർക്കാരിനൊപ്പമാണ് NSS. ആ നിലപാട് സ്വാഗതം ചെയ്യുന്നുവെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ഷൈജു വിവരണം അയച്ചിരുന്നു ആലപ്പുഴയിൽ നിന്ന്. ഷൈജു, എന്താണ് വെള്ളാപ്പള്ളി പറഞ്ഞത്? അജിൻസ്, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, NSS ഈ സർക്കാരിന് അനുകൂലമായ ഒരു നിലപാടിലേക്ക് വന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, നേരത്തെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ NSS എടുത്തിരുന്നത് സർക്കാരിനെതിരെ നിലപാടായിരുന്നു. കാരണം സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായിരുന്നു സർക്കാർ എന്നതുകൊണ്ടായിരുന്നു NSS. പക്ഷേ ഇപ്പോൾ സർക്കാർ ആ നിലപാട് മാറ്റി എന്ന് NSSന് ബോധ്യമായി. ആ സമയത്ത് സർക്കാർ ഈ സ്ത്രീ വിഷയത്തിൽ നിലപാട് മാറ്റിയോ എന്ന് വെള്ളാപ്പള്ളി നടേശനോട് ചോദിക്കുമ്പോൾ സർക്കാർ നിലപാട് കണ്ടാൽ അതിൽ അവിശ്വസിക്കേണ്ടതില്ല എന്നാണ്. അതുകൊണ്ട് NSS ഇപ്പോഴെടുത്തിരിക്കുന്ന നിലപാടിനെ സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. NSSന്റെ നിലപാട് സർക്കാരിന് പിന്തുണയാണോ എന്ന് ചോദിക്കുമ്പോൾ NSS പറഞ്ഞത് സർക്കാരിന് കൊടുത്ത പിന്തുണയാണ് എന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും എന്ന കാര്യമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അതുകൊണ്ട് NSS വിഷയാധിഷ്ഠിതമായാണ് നിലപാടെടുക്കുന്നത്. എക്കാലവും സർക്കാരിന് വിരുദ്ധമായ ഒരു നിലപാട് എടുത്തിട്ടില്ലെന്നും ഈ വിഷയത്തിൽ സർക്കാരിന് അനുകൂലമായ നിലപാടാണ്. NSS കൂടി സർക്കാരിന്റെ പാതയിലേക്ക് വരുന്നു. ഇനി ഇക്കാര്യത്തിൽ NSS സർക്കാരിനെ എതിർക്കേണ്ട കാര്യമില്ല എന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അല്പസമയത്തിനകം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. സൈഫ് സൈലാബ്ദീൻ കൂടി ചേരുന്നു വിവരങ്ങളുമായി. സൈഫ്, ഷൈജു, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്? അതായത് NSSനെ അദ്ദേഹം പൂർണ്ണ തോതിൽ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നില്ലായിരുന്നു. കാരണം NSS വിഷയാധിഷ്ഠിതത്തിൽ നിലപാടെടുക്കും എന്ന് അദ്ദേഹം പറയുമ്പോഴും NSSനെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന്റെ കഴിയുന്നില്ല എന്നത് വാക്കുകളിൽ തെളിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചത്, നിങ്ങൾക്കിടയിൽ ഒരു പെരുന്തച്ചൻ കോംപ്ലക്സ് ഉണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ എനിക്കൊരു കോംപ്ലക്സും ഇല്ല എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. മാത്രമല്ല, സർക്കാർ നിലപാട് ഉപേക്ഷിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ NSS നിലപാട് മാറ്റി. അത് സ്വാഗതം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതാണ് താൻ ചെയ്യുന്നത്. പഴയ ആചാരമനുസരിച്ച് പ്രവർത്തിക്കാൻ സർക്കാർ തയ്യാറായി. അത് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. സൈഫ് സൈലാബ്ദീൻ കൂടി ചേരുന്നു. സൈഫ്, ഈ വെള്ളാപ്പള്ളി NSSനെ പരസ്യമായി പിന്തുണയ്ക്കുകയും ആ നിലപാടിനെ സ്വാഗതം ചെയ്തതിന് പിന്നിൽ എന്താകും? രണ്ട് പ്രധാനപ്പെട്ട സംഘടനകൾ, കേരളത്തിൽ തന്നെ ഏറ്റവും പ്രബലമായ രണ്ട് മത സംഘടനകൾ, ഒന്ന് SNDP, ഒന്ന് NSSഉം SNDPയും തമ്മിലുള്ള തർക്കങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യമുള്ളതാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണെന്നുണ്ടെങ്കിൽ പരസ്യമായി പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. VD സതീശനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ആളാണ്. അങ്ങനെ പിണറായി വിജയനെ മൂന്നാമതും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചില തത്രപ്പാടുകൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശൻ NSSനെ പിന്തുണയ്ക്കുക എന്ന് പറയുമ്പോൾ ആ അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള വഴി NSS കൂടി ഉണ്ടെങ്കിൽ കുറച്ച് സുഗമമാകും എന്നുള്ള തോന്നലായിരിക്കാം ഒരുപക്ഷെ അതിന് പിന്നിലെന്ന് തോന്നുന്നു. ഇവർ രണ്ടുപേരും നേർക്കുനേർ കണ്ടു കഴിഞ്ഞാൽ മിണ്ടുന്ന ആൾക്കാർ പോലും അല്ല. നേരത്തെ പല സമയങ്ങളിൽ ഇവർ ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് പരസ്യമായ തർക്കങ്ങളിലേക്കൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ SNDPയുടെ നിലപാട് അത് സംസ്ഥാന സർക്കാരിനെ അല്ലെങ്കിൽ പിണറായി വിജയനെ മൂന്നാമതും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഈ പിന്തുണ കൂടി സഹായിക്കും എന്ന തോന്നലായിരിക്കുമോ വെള്ളാപ്പള്ളി നടേശന്റെ ഇപ്പോഴത്തെ ഈ പിന്തുണയ്ക്ക് കാരണം എന്ന് ചിന്തിച്ചാൽ തെറ്റില്ല. എന്തായാലും CPM നേതാക്കളോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ മാത്രമേ അവരൊരു പൊളിറ്റിക്കൽ വിലയിരുത്തലിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അത് വരും സമയങ്ങളിൽ നമുക്ക് എന്തായാലും അത് എന്താണ് അതിനകത്തെ ഉള്ളിലെ രാഷ്ട്രീയമായിട്ട് CPM കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും വരും സമയങ്ങളിൽ. അജിൻസ്.